ഇന്ന് അല്പം കൃഷിപ്പണിയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് ഒരു വെയിൽ തെളിഞ്ഞപ്പോഴത്തേന് പറമ്പ് മുഴുവൻ പോച്ചയായിരുന്നു. അതെല്ലാം ഞാൻ ചെത്തി ഇന്ന് വൃത്തിയാക്കി എല്ലാം പറിച്ചു കൂട്ടി. വിശക്കുന്നുണ്ട്, ചോറുണ്ണാൻ പോകാനായി. ഇതെല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് ചുറ്റുപാടും നോക്കാം. എൻ്റെ കാന്തുകാരി എല്ലാം പോയി. ഇനി കരിയാപ്പ അത് ഇനിങ്ങനെ അതിൽ വേറൊരു വള്ളി പടന്ന് പിടിച്ച് കിടക്കുക. എല്ലാം വൃത്തിയാക്കി. കരിയാപ്പൊക്കെ നല്ല തഴച്ച് വളർന്നു. ഇപ്പുറത്തൊരു കരിയാപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ പണ്ട് വീഡിയോ ഇട്ടതാണ്, ഓർക്കുന്നുണ്ടല്ലോ. അതങ്ങ് കിളുത്തിപ്പം നല്ല നിറച്ച് ഇലയായി. അന്ന് ഇലയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. എല്ലാം നിറച്ച് ഇലയായി നല്ലതായിട്ട് കിളുത്ത് വരുന്നുണ്ട്. പെട്ടെന്ന് കളയൊക്കെ അങ്ങോട്ട് കിളുക്കുന്നത്. ഇനിയും വേണം പയറോ പാവലോ ഒക്കെ ഇനിയും കൃഷി ചെയ്യാൻ. പറമ്പ് ഇപ്പം തെളിഞ്ഞു. വാഴയെല്ലാം പോയി, കുറേയൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയല്ലായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം പോയി കഴിച്ചേക്കാമെന്ന് ഓർത്താ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു വിശിഷ്ട ഫ്രൂട്ട്സ് ഉണ്ടേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് മാർക്കറ്റിൽ ഇതിന് എന്തോ വിലയാണെന്നറിയാമോ? ഇതിപ്പോൾ ഈ മരത്തെ കയറി കിടക്കുക. ഇതൊന്ന് കയറി പറിക്കാനൊന്നും ആരുമില്ല. ഏണി വെച്ച് കയറാമെന്ന് പറഞ്ഞ് കാല് വയ്യാത്തതുകൊണ്ട് ഞാനങ്ങ് മടിച്ചു. പ്രാഷൻ പൂട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഒരു മഴ പെയ്തപ്പോഴേ കുറേ എണ്ണം താഴോട്ട് പൊഴിഞ്ഞു വീണു. ഉണ്ടോ? എത്ര എണ്ണം വീണെന്ന് നോക്കിക്കേ. ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോയെന്നറിയാം. നല്ല മധുരമാണ്. മധുരവും ചെറിയൊരു പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. മരത്തിൽ നിന്ന് ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വള്ളിയിൽ നിന്ന് വീണതാണ്. നമ്മൾ ആ വള്ളി ഒന്ന് പിടിച്ച് കുലിക്കാൻ മതി, അപ്പോഴേ ഇങ്ങ് പോരും. നല്ല മധുരം, ഒരു ചെറിയ പുളി ഉണ്ടാവും. അപ്പോൾ ഇത്രയും കിട്ടി. എല്ലാവരും വന്ന് പിറക്കിക്കൊണ്ട് പോകും കേട്ടോ. അടുത്തുള്ളവരൊക്കെ വന്ന് പിറക്കിക്കൊണ്ട് പോകും. ഇഷ്ടംപോലെ വീഴുന്നുണ്ട്. അതും ഒരു കിട്ടാക്കനിയാണ് നമുക്ക്. നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങിക്കുമ്പോഴതിൻ്റെയൊക്കെ വില എന്താണെന്നറിയാം. അപ്പം ഞാൻ ചോറുണ്ണാന്നോർത്താ പോയി കഴിക്കട്ടെ കേട്ടോ. വിശക്കുന്നു. ഇന്നത്തെ എൻ്റെ ജോലിയാണ് ഇത്രയും. ഭയങ്കര കളയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചാണല്ലോ, പറിച്ചൊക്കെ കൂട്ടുമായിരുന്നു കള. അയ്യാലെ എല്ലാം അങ്ങ് പോച്ച പിടിച്ച്. ഇനിയും പോയി കഴിക്കട്ടെ. വിശപ്പാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കാര്യം. പറമ്പ് വൃത്തിയായപ്പോൾ ഒരു ആശ്വാസം. പ്ലാവ് കായ്ച്ചതാണ്, അത് ചക്ക പൊഴിഞ്ഞു പോയി. അത് നമുക്ക് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അത് പൊഴിഞ്ഞു പോയത്. ഇനിയും ഞാൻ എൻ്റെ ഒരു കൃഷി കൂടെ കാണിക്കാം. പയറെല്ലാം പോയി കേട്ടോ, എല്ലാം ഇട്ടതായിരുന്നു, എല്ലാം പോയി മഴയത്ത്. കാല എല്ലാം അങ്ങ് തെളിച്ചു. ഞാനൊരു ട്രമ്മ് മുറിച്ച്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത് മുറിച്ച് ഞാൻ കപ്പ 2-3 കപ്പ ഇട്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ആ കപ്പ എൻ്റെ ഇത്രയായി ഉണ്ടോ. ഇന്നലെ ഞാൻ അതിനെല്ലാം നിറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടു, വേറെ കുറച്ച് വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുക, മണ്ണൊക്കെ ഇട്ട്. പ്രാഷൻ പൂട്ടൊന്ന് കഴുകട്ടെ. 2 എണ്ണം തിന്നണം. ഒരെണ്ണം കേടാ, പൊഴിഞ്ഞ് വീഴുന്നതൊന്നും തിന്നില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പറിച്ചെടുത്തത് അത് കേട്ടോ. മഴയത്ത് 2 എണ്ണം വീണതും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറിച്ചു കൊടുത്തു. നല്ല മധുരമുള്ളൊരു സാധനം കണ്ടല്ലോ. ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ജോലി.